നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖാമനൻ ഹെയർ കെയർ ശാലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്സൊക്കെ ഉപയോഗിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? എല്ലാവരും തുടങ്ങിക്കോളൂ കേട്ടോ. നല്ല റിസൾട്ടാണ്. മടിയൊക്കെ മാറ്റാം. ഇന്നുള്ളത് ഇന്ന് തന്നെ ചെയ്യാം, നാളത്തേക്ക് വെക്കണ്ട കേട്ടോ. അതുപോലെ പിന്നെയും വെക്കണ്ട. ഇഞ്ച നല്ലതാണ് കേട്ടോ. ഇഞ്ച ഇതുപോലെ തലേദിവസം വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ട് മുറിച്ചിടാം. എന്നിട്ട് വെള്ളത്തിലിട്ട് കുതിർത്താം. എന്നിട്ട് അത് പതപ്പിച്ചെടുത്താൽ പത കിട്ടും. അത് തലയിൽ നല്ലതാണ് കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നെല്ലിക്കപ്പൊടിയോ അതുകൂടി ചേർത്ത് തേക്കാം കേട്ടോ. താരനൊക്കെ പോകും. ഈ ജെല്ലും ഇതുപോലെ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ മാറി മാറി ഉപയോഗിച്ചോളൂ കേട്ടോ, നല്ലതാണ്. പിന്നെ ഈ ചന്ദ്രപ്രഭ ഗുളികയുടെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒന്നുകൂടി പറയാം, ചോദിച്ച സ്ഥിതിക്ക് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ ഈ ചന്ദ്രപ്രഭ ഗുളിക എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് കേട്ടോ. ചന്ദ്രപ്രഭ വടി എന്നൊക്കെ പറയും നമ്മൾ. ചന്ദ്രപ്രഭ ടാബ്ലറ്റ് ആയുർവേദത്തിൽ കേട്ടോ. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഇത് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും കേട്ടോ. നമുക്ക് ശരീരത്തിൽ പ്രതിരോധ ശക്തി നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിനുള്ളിലുള്ള ചൂടിനെ ഇല്ലാതാക്കും കേട്ടോ. ഈ ചൂട് കൂടുമ്പോഴാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുന്നത് കേട്ടോ. UTI ക്ലീൻ ചെയ്യും. അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്ത് തരും ഈ ചന്ദ്രപ്രഭ ഗുളിക കേട്ടോ. വളരെ നല്ല ഗുണമാണ്. മെൻ്റൽ സ്ട്രെസ് മാറും. നിങ്ങൾക്ക് ഫിസിക്കലി ഒരു ഹെൽത്തി ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശരീരത്തിനുള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും, ചൂട്, ഇതുപോലെ കുരുക്കള്, യൂറിനറി ഇൻഫെക്ഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമാണ്. നമ്മളൊരു ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കിഡ്നി സ്റ്റോൺ നല്ലതാണ്. എന്തും യൂറിനറി ആയിട്ടും അല്ലാതെയും നമുക്കുള്ള എല്ലാ ശരീരത്തിനുള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ചന്ദ്രപ്രഭ ഗുളിക എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ക്ഷീണമൊന്നും തോന്നില്ല. അപ്പം നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. 2 വീതം കാലത്തും രാത്രി ഉപയോഗിക്കാം കേട്ടോ. അതിന് വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ ഉപയോഗിക്കുന്നതുകൊണ്ട്. നമുക്ക് വേദനകളൊക്കെ ഉണ്ടെങ്കിൽ, മെയിൻ ഈ സ്റ്റൊമക് പെയിനൊക്കെ നല്ലതാണ്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് വയറുവേദന ഉണ്ടാവും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണം എന്ന് തോന്നും. അതുപോലെ ചിലർക്ക് അറിയാതെ പോകുന്നുണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. അതുപോലെ ഈ കൺട്രോൾ ഇല്ലാത്തവർക്ക്, യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ലതാണ് കേട്ടോ ചന്ദ്രപ്രഭ ഗുളിക. അപ്പോൾ എല്ലാത്തിനും നമ്മൾ അത് ഇന്നതിനൊന്നില്ല, ഓവറോൾ ഹെൽത്തിന് ഏറ്റവും ഉചിതമാണ് ചന്ദ്രപ്രഭ ഗുളിക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കാണാം കേട്ടോ. എല്ലാവരും കാണാത്തവരൊക്കെ കാണാം കേട്ടോ. അതിൽ ഓരോന്നിനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻസ് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ദഹനം ശരിയാക്കി കേട്ടോ. ഡൈജഷൻ ശരിയാക്കും. ഡൈജഷൻ ശരിയായാൽ തന്നെ മോഷൻ്റെ പ്രശ്നങ്ങൾ മാറും. മോഷൻ പോയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ക്ഷീണം തട്ടുകയാണെങ്കിൽ അത് നമ്മളെ യൂറിനും മോഷനും കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ പോകാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. ഗ്യാസ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഗ്യാസ് ഇല്ലാതിരിക്കാനും എല്ലാത്തിനും നമുക്ക് നല്ലതാണ് കേട്ടോ. ദഹനത്തിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇത് ആണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇന്നതെന്നില്ല, എല്ലാം നല്ല ഉപയോഗമാണ് കേട്ടോ. ഓരോന്നും പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കേട്ടോ. അപ്പോൾ ജനറൽ ഹെൽത്തിനാണ് നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ ഈ മെൻസസ് പീരീഡ് ടൈമിലൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് കഴിക്കുന്നത് നല്ലതാണ്. വയറുവേദനകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അത് ഉപയോഗിച്ച് നോക്കിക്കോളൂ. അതുപോലെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും പറ്റിയ omega-3 ഉള്ള ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. സവാള. ഈ സവാള എല്ലാവർക്കും അറിയായിരിക്കും, ചിലർ ഉപയോഗിക്കുന്നുണ്ടാവാം കേട്ടോ. സവാളയുടെ നീരെടുത്തിട്ട് അതിൽ നമ്മൾ 2 വിറ്റാമിൻ ഇ ക്യാപ്സൂള് കേട്ടോ ചേർത്ത്, ഇതിന് നീരെടുത്തിട്ട് അതിലേക്ക് 2 വിറ്റാമിൻ ഇ ക്യാപ്സൂള് ചേർത്തിട്ട് നമ്മൾ തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി.
അപ്പൊ സവാളയെ കുറിച്ചിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുടി വളരാൻ ഏറ്റവും നല്ലതാണ് സവാള. അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും നല്ലതാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ ഇല്ലാതെയാക്കും. അപ്പൊ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഈ സവാള നീരും വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി എടുത്ത് തലയിലും തലോട്ടിലും എല്ലാം തേച്ച് പിടിപ്പിക്കും കേട്ടോ. അപ്പൊ അത് ഏറ്റവും നല്ലതാണ്. ടിപ്സൊക്കെ എല്ലാം നല്ല നല്ല ടിപ്സ് ആണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. സവാള നമ്മള് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നുണ്ട് സവാള അല്ലേ, എണ്ണ. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പാക്കില് ഉരുളക്കിഴങ്ങും സവാളയും കൂടി ചെയ്യുന്നതുണ്ട് മുട്ടയൊക്കെ ഇട്ട്, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടിപ്സ് പലതും ഇങ്ങനെ ഓരോ ടിപ്സ് നിങ്ങൾക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്നത് ഏതാണോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് ഉപയോഗിച്ചോളൂ കേട്ടോ. ഇതെല്ലാം ഈ ടിപ്സ് എല്ലാം മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനും അതുപോലെ മുടി വളരാനും മുടിക്ക് തിക്നെസ് ഉണ്ടാവാനും മുടിക്ക് തിളക്കം ഉണ്ടാവാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുടിയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജെല്ലായിട്ടും ഓയിലായിട്ടും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിരുന്നോളൂ കേട്ടോ. സമയം പോലെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം, നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായല്ലോ, ഒരുപാട് ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് സൗകര്യപ്രദമായ രീതിയിൽ ഏത് ടിപ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ടിപ്സ് അങ്ങനെ ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് മുടി ഒന്നും കൊഴിഞ്ഞു പോകില്ല കേട്ടോ, ആ ഒരു സംശയവും വേണ്ട. പിന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ എണ്ണകൾ മാറി തേക്കുമ്പോൾ നിറയെ തേക്കാതെ തലോടില് സൈഡിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ശീലമാകുമ്പോൾ പതുക്കെ നിറകിലേക്ക് തേക്കാം കേട്ടോ. അപ്പൊ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കാം മുടി കേട്ടോ. അപ്പൊ വരൾച്ചയൊക്കെ മാറും, വരണ്ടിരിക്കില്ല കേട്ടോ. മുടി വരണ്ടിരുന്നാൽ തന്നെയും താരൻ അത് ഉണ്ടാക്കും കേട്ടോ. മുടിക്ക് എപ്പോഴും ഇതുപോലെ ഈ വരണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. എന്നാൽ ഓവർ എണ്ണയും പാടില്ല. ഓവർ എണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പൊടിയുടെ പ്രശ്നം കൊണ്ട് മുടിയിൽ മുഴുവനും പൊടി വരാം. അതുമൂലം താരനുണ്ടാവാം, കുരുക്കൾ ഉണ്ടാവാം, ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. വെള്ളിലെന്താളി ചോദിച്ചു നോക്കൂ കേട്ടോ, വീട്ടിലെ പഴയ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ അറിയാൻ പറ്റും. ഇനി ഈ ഇഞ്ചിയുടെ വെള്ളം ഉണ്ടല്ലോ, ഇഞ്ചി കുതിർത്ത വെള്ളം, അത് നമുക്ക് ഈ താളിയുടെ കൂടെ ചേർക്കാം കേട്ടോ. അതും നല്ലതാണ്, ബെസ്റ്റാണ്. ഏത് താളിയായാലും കുഴപ്പമില്ല. ചെമ്പരത്തി താളിയുടെ കൂടെയോ അല്ലെങ്കിൽ വെള്ളിലൻ താളിയുടെ കൂടെയോ ഏതാണോ നിങ്ങൾക്ക്, ഏത് ടിപ്സ് എടുക്കുമ്പോഴും ഇഞ്ച നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എടുത്തോളൂ. അത് ചതച്ച വെള്ളം കേട്ടോ, തലേ ദിവസം കുതിർത്തിയിട്ടിട്ട് ചതച്ചെടുത്ത് ആ വെള്ളം പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ആ വെള്ളം കൂട്ടി ഏത് ടിപ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇന്നതെന്നില്ല, മാറി എപ്പോഴും മുടി കെയർ ചെയ്യണമെന്നേ ഉള്ളൂ. മുടി വിടുത്ത അപ്പൊ ഇങ്ങനെ കൂടി പിണഞ്ഞിരിക്കില്ല, കെട്ടുപിണഞ്ഞിരിക്കില്ല, മുടി എപ്പോഴും വൃത്തിയായിരിക്കും കേട്ടോ. ഡെയിലി കെട്ടുള്ളത് നമ്മളിപ്പോ സ്വാഭാവികമാണ്, യാത്രയൊക്കെ ചെയ്തു വരുമ്പോൾ തലമുടി ജടയൊക്കെ ഉണ്ടാവും, കെട്ടൊക്കെ വീണിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ ഉണങ്ങി കഴിയുമ്പോഴും ചെറിയ കെട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ കൈകൊണ്ട് വിടുത്തി ശരിയാക്കിയിട്ട് കെട്ടിവെക്കാം കേട്ടോ. ഡെയിലി മുടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, എളുപ്പമായിട്ട് തീരും കേട്ടോ. അധികം കെട്ടുപടയാനോ പിന്നെ പൊട്ടിപ്പോവാനോ ഉള്ള സാധ്യതകളൊക്കെ ഇല്ലാതെയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ടിപ്സൊക്കെ ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് സവാള നീരിലാണ് കേട്ടോ. സവാള നീരിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ, ഇബിയോൺ ക്യാപ്സൂൾ എന്ന് പറയും കേട്ടോ, 2 എണ്ണം വീതം അത് ചേർത്ത് തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. ഉണ്ടെങ്കിൽ മുടിയിലും നിങ്ങളെ തലയോട്ടിലൊക്കെ തേച്ച് പിടിച്ച് ബാക്കി ഉണ്ടെങ്കിൽ മുടിയിലും തേച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് കഴിഞ്ഞു, നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.